ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ലോങ് ട്രിപ്പിന് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു വലിയൊരു ടീം തന്നെയുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇടുക്കിയിലേക്കാണ് ഇന്ന് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ എല്ലാവരും കൺകുളിരെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. പെറ്റ് ക്ലിനിക്കാണ്, പോസിറ്റീവ് എന്നാണ് പേര്. ഇതാണ് ഞങ്ങളുടെ തങ്കപ്പെട്ട മുതലാളി, ആളും ഒരു ഡോക്ടറാണ്. ഇങ്ങനെ തന്നെ കിട്ടട്ടെ. ഓ ആറ്റിറ്റ്യൂഡ് നീ ഹോട്ടൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിലും എല്ലാവരും ഇപ്പം തന്നെ ട്രിപ്പിൻ്റെ ആ ഒരു വൈബിലും മൂഡിലൊക്കെ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കഥയിലെ മെയിൻ താരം ഇശൽ ബേബി, ഈ കൂട്ടത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സൺ. അശോകട്ടൻ ഫസ്റ്റ്. ഈ കക്ഷിയെ വെയിറ്റിംഗ് ആയിരുന്നു, ആളും എത്തി. അപ്പോൾ എല്ലാവരും സെറ്റ്. ടോട്ടൽ 3 വണ്ടിക്കാണ് പോണേ. ഇപ്പൊ പ്ലാൻ ചെയ്തേക്കണേ എരുമേലി, മുണ്ടക്കയം, കുട്ടിക്കാനം വഴി വാഗമൺ എത്തണം. അവിടെ അടുത്താണ് റിസോർട്ട്. നമ്മളിപ്പോൾ എരുമേലി ഫോറസ്റ്റ് റൂട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. സെയിം റൂട്ടാണ് ശബരിമലയ്ക്കും പോകുന്നത്. ഇപ്പോൾ സീസൺ എൻഡിങ് ആണല്ലോ, അപ്പം അയ്യപ്പന്മാരെ കൊണ്ട് ഇവിടെ മൊത്തം നിറഞ്ഞു. എരുമേലിയൊക്കെ ഫുള്ള് നല്ല റഷാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പാഞ്ചാലിമേട്. അടുത്തത് നമ്മൾ അങ്ങോട്ട് പോവാണ്. അതെ, നമ്മൾ പാഞ്ചാലിമേട് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. പാഞ്ചാലിമേടിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് മകരവിളക്ക് നന്നായി വ്യൂ ഉള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. പിന്നെ ഈ പേര് വന്നതിന് പിന്നിൽ ഒരു വലിയ കഥയും ഉണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരും ഭാര്യ പാഞ്ചാലിയും വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു, അങ്ങനെയാണ് വിശ്വാസം. പാഞ്ചാലിമേടാണ് നിൽക്കുന്നത്. നമ്മൾ പുറകിൽ കാണുന്നത് ടോയ്ലറ്റാണ്, ഇത് അമ്പലം വിചാരിക്കരുത്. ഇവിടെ അഡൾട്ട്സിന് ടിക്കറ്റ് 30 ആണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി വെഡ്ഡിങ് വീഡിയോ ഷൂട്ട്സ് ഒക്കെ സ്ഥിരം നടക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഹോളിഡേ ആയിട്ടും വലിയ തിരക്കൊന്നും തോന്നിയില്ല. അങ്ങനെ നേരെ കാണുന്ന ആ കയറ്റം മുഴുവൻ നടന്നു കയറി. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ കാണുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റുമുണ്ട്, കുറച്ചുകൂടെ മുകളിലേക്ക് നടക്കാനൊക്കെ ഉണ്ട്. അത്രയൊന്നും ഞങ്ങൾ കയറി പോണില്ല, നല്ല വെയിലും ഉണ്ട്, വയ്യ. ഇറങ്ങിയ വഴി കുറച്ച് കുരങ്ങന്മാരെയും കണ്ടു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവരെയൊക്കെ കവർ ചെയ്ത് നമ്മൾ ഇനി കുട്ടിക്കാനത്തേക്ക് പോവാണ്. കുട്ടിക്കാനത്തു നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അടുത്ത സ്പോട്ടാണ് വാഗമൺ. വരുന്ന വഴി നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് അവിടെ നിർത്തി
ഐസ്ക്രീം. ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫിലിം ആക്ടർ അനീഷ് രവിയെ അവിടെ കണ്ടത്. അപ്പോളേ ഓടിച്ചെന്ന് ഒരു സെൽഫി അങ്ങ് ഒപ്പിച്ച്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ ഇനി പോണേ. അങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ട് പൈൻ വാലി എത്തി. ഹെവി റഷാണ് കേട്ടോ ഇവിടെ. ക്രിസ്മസ് ആയതുകൊണ്ടാവും എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. ഈ പൈനെല്ലാം കൂടെ നിൽക്കണ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. റഷ് ആയതുകൊണ്ട് അധികം നേരം നിന്നില്ല. ഇനി നേരെ റിസോർട്ടിലേക്ക്. പുള്ളിക്കാനത്താണ് നമ്മുടെ റിസോർട്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഇതുപോലെ ഒരുപാട് ഹോം സ്റ്റേ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്, എഡൻ മിഡോസ്. റൂമൊക്കെ കൊള്ളാം, നല്ല സ്പേഷ്യസ് ഒക്കെയാണ്. രാത്രി പ്രതീക്ഷിച്ച തണുപ്പ് അത്രയൊന്നും വന്നില്ല കേട്ടോ. ഇപ്പം മൂന്നാറും ഇടുക്കിയൊക്കെ നല്ല തണുപ്പാണെന്നൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ അത്രയും തണുപ്പൊന്നും ഇവിടെ ഇല്ല. ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുവാണ്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. ബാർബിക്യൂ ഒക്കെ ഗ്രില്ലാക്കിയാണ് ഇന്നത്തെ ഡിന്നർ. ഹെവി ഫുഡിങ് ആയിരുന്നു. ചിക്കൻ, മട്ടൻ, ബീഫ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പൂൾ സൈഡിൽ ഒരു ക്യാമ്പ് ഫയർ കൂടി ഇല്ലാണ്ട് എന്ത് വൈബ്. എന്താ പാട്ട് വേണ്ടേ? അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. രാവിലെ ഫ്രഷ് ആയിട്ട് പൂളിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങി. പിന്നെ ഈ കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ ഒരു മോർണിംഗ് വാക്ക് കൂടെ അങ്ങോട്ട് സെറ്റാക്കി. ഞാനൊന്ന് കറങ്ങി കാണിക്കാവേ. ലാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ സെറ്റാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴി ഇമ്മാനുവൽ അച്ചാച്ചൻ ഒരു സ്പോട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തി. തലയ്ക്കുമ്പോൾ ജെറ്റ് പറക്കുന്നു. അതിന് എഞ്ചിൻ പണിയായതുകൊണ്ട് പുക പുറത്തോട്ട് പോകുന്നു. രണ്ട് ദിവസം ഒന്നും ചിന്തിക്കാണ്ട് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മൈൻഡ് ഫ്രഷാക്കി ഉള്ള ആ യാത്ര ഇവിടം കൊണ്ട് തീരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ക്രിസ്മസ് ടു റിമെമ്പർ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ശരി, ബായ്.